ഇവിടെ ഒരു മതത്തിന്റെ ആഘോഷം എല്ലാവരുടെയും ആഘോഷമാണ്. എന്നാൽ കൊച്ചു നാട്ടിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്.
ഞങ്ങളുടെ സന്തോഷങ്ങളെല്ലാം തല്ലിക്കെടുത്തി ഞങ്ങളുടെ നാട്ടിൽ ഒരു വലിയ മഴ പെയ്തു. പ്രളയകാലത്ത് ജീവിതത്തിൽ ആദ്യമായി ഞാനൊരു കാഴ്ച കണ്ടു. പണക്കാരൻ, പാവപ്പെട്ടവൻ, താണജാതി, കൂടിയ ജാതി, പണ്ഡിതൻ, പാമരൻ, ജീവന് വേണ്ടിയുള്ള ഇവരുടെ എല്ലാം നിലവിളിക്ക് ഒരേ സ്വരമായിരുന്നു. മഴയുടെ ശക്തി കൂടി വെള്ളം ഞങ്ങൾ ചുറ്റും നോക്കി. രക്ഷിക്കാൻ ആരെയും കണ്ടില്ല. കൈപ്പയെ ഞങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി ആരും വരില്ലെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. തോൽവി സമ്മതിച്ചു. കൈകൾ ചേർത്ത് പിടിച്ച് കണ്ണുകൾക്ക് അടച്ച് ഞങ്ങൾ മരണത്തെ കാത്തു നിന്നു. ഞങ്ങൾ രക്ഷിക്കുവാൻ ആളുകളെ തുടങ്ങി. എന്റെ നേരം വേണ്ടി കരങ്ങൾ ക്രിസ്ത്യാനിയുടെയോ മുസൽമാന്റെയോ ഇടതിന്റെയോ വലതിന്റെയോ എന്ന് നോക്കിയില്ല. മറിച്ച് മനുഷ്യന് നേരം വീട്ടിയ കരങ്ങളായിരുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഞങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ എല്ലാവരോടും നന്ദിയുണ്ട്. ഒറ്റക്കെട്ടായി ഈ ദുരന്തത്തെ നേരിട്ട കേരളത്തിലെ 3 കോടി ജനങ്ങളോടും നന്ദിയുണ്ട്. സ്വന്തം കാര്യം മാത്രം നോക്കാതെ നിങ്ങളുടെ കുടുംബത്തോടെ ഞങ്ങളെയും ചേർത്ത് വെച്ചതിന് നമ്മുടെ ദുരന്തത്തെ ഒറ്റക്കെട്ടായി നേരിട്ടു. കാരണം ഇത് കേരളമാണ്, ദൈവത്തിന്റെ സ്വന്തം നാട്. നോക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. Yeah.
ദൈവം നോക്കിയോട് അരുൾ ചെയ്തു. സർവജീവനെ നശിപ്പിക്കുവാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാവില്ല. മേഘങ്ങളിൽ മഴവെള്ളം തെളിയുമ്പോൾ എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ഇതാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ദൈവം ദാനമായി നൽകിയ പൊതുഭവനമാണിത്. സകല സൃഷ്ടികളുടെയും ആവാസ വ്യവസ്ഥ കേന്ദ്രം. സ്നേഹത്തിൻ്റെ, സഹോദരത്വത്തിൻ്റെ, നിലനിൽപ്പിൻ്റെ വേരുകൾ പടർന്നു കിടക്കുന്ന നമ്മുടെ ഭവനമാണിത്. എന്നാൽ മാനവികവും പാരിസ്ഥിതികവുമായ അസന്തുലിതാവസ്ഥയിൽ അതിന് വീർപ്പുമുട്ടുകയാണ്. സ്വാർത്ഥതയുടെ സംസ്കാരത്തിനിരയായ അഹരിത നിറകുടമെന്ന ജൈവ വൈവിധ്യങ്ങളുടെ ശവപ്പറമ്പാവുകയാണ്. അന്തരീക്ഷ മലിനീകരണം, വനനശീകരണം, നഗരവൽക്കരണം മുതലായവ കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാവുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കണം, വരും തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? വേണം നമുക്കൊരു കരുതൽ നല്ല നാളേക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. എ ഷാഡോ ഡാൻസ്.
എന്നാൽ ഇനിയൊരു കഥ ഉര ചെയ്യാം എന്നോടെ ഗുരുവരൻ അരുളിയ പോലെ. ഓട്ടം തുള്ളലിൽ പലതും പറയും അതുകൊണ്ടാർക്കും പരിഭവമരുതേ. അഥവാ നിങ്ങൾ കോപിച്ചെന്നാൽ ഞങ്ങൾക്കൊന്നും വരുവാനില്ലേ. നാരായണ ജയ 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 നാരായണ ജയ. കാലം മാറി കോലം മാറി കാലാവസ്ഥ എങ്ങും മാറി. കാലം മാറി കോലം മാറി കാലാവസ്ഥ എങ്ങും മാറി. തോരാതുള്ളൊരു മഴയിൽ പിന്നെ കേരളമാകെ മുങ്ങിപ്പോയി. തോരാതുള്ളൊരു മഴയിൽ പിന്നെ കേരളമാകെ മുങ്ങിപ്പോയി. പല പല ഡാമുകൾ ഷട്ടർ പൊക്കി കേരളനാടു മുങ്ങിത്താണു. പല പല ഡാമുകൾ ഷട്ടർ പൊക്കി കേരളനാട് മുങ്ങിത്താണു. ചിങ്ങം ഒന്നിനു കബഡി നിരത്തിയ ജ്യോത്സ്യന്മാരോ ഒളിവിൽ പോയി. ചിങ്ങം ഒന്നിന് കബഡി നിരത്തിയ ജ്യോത്സ്യന്മാരോ ഒളിവിൽ പോയി. കർക്കിടക മാസത്തില് നമുക്കൊക്കെ മഴ ലഭിക്കുന്ന ഒരു ധാരണയുണ്ട്. പക്ഷെ ഇക്കൊല്ലം ജൂലൈ 17-ാം തീയതി മുതൽ ആഗസ്റ്റ് 1-ാം തീയതി വരെ കർക്കിടകം പകുതി വരെ അത്ര മഴയൊന്നും ലഭിക്കില്ല. നല്ല ഉഷ്ണപ്രതീതി ഉണ്ടാവും. നാരായണ ജയ 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 നാരായണ ജയ. മഴയുടെ ഫലമായി കേരളമാകെ കൂണുകൾ പോലെ ക്യാമ്പുകൾ പൊങ്ങി. മഴയുടെ ഫലമായി കേരളമാകെ കൂണുകൾ പോലെ ക്യാമ്പുകൾ പൊങ്ങി. അണിയണിയായി നേതാക്കന്മാർ ക്യാമ്പുകൾ പോയി പായ വിരിച്ചു. നേതാക്കന്മാർ ക്യാമ്പുകൾ പോയി പായ വിരിച്ചു. പായ വിരിച്ച് കിടക്കും ഫോട്ടോ ഫേസ്ബുക്കിൽ അവർ പോസ്റ്റും ചെയ്തു. പായ വിരിച്ച് കിടക്കും ഫോട്ടോ ഫേസ്ബുക്കിൽ അവർ പോസ്റ്റ്. നാരായണ ജയ 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 നാരായണ ജയ. ക്യാമ്പുകൾ തോറും സംഭാവനയായി മുണ്ടും ഷർട്ടും നിക്കറും എത്തി. ക്യാമ്പുകൾ തോറും സംഭാവനയായി മുണ്ടും ഷർട്ടും നിക്കറും എത്തി. വണ്ണം പോരാ നീളം പോരാ കിട്ടിയതൊന്നിനും സൈസും പോരാ. വണ്ണം പോരാ നീളം പോരാ കിട്ടിയതൊന്നിനും സൈസും പോരാ. മുണ്ടും ഷർട്ടും പെണ്ണിന് കിട്ടി നൈറ്റിയും സാരിയും ആണിന് കിട്ടി. മുണ്ടും ഷർട്ടും പെണ്ണിന് കിട്ടി നൈറ്റിയും സാരിയും ആണിന് കിട്ടി. സുന്ദരി സുന്ദരി ഒന്ന് നീവാ നാളെയാണ് കാര്യമംഗലം. വരണ്ടകളായി നിന്ന് വേണം. നാരായണ ജയ 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 നാരായണ ജയ. അച്ഛന്മാരും കന്യാസ്ത്രീകളും മെത്രാന്മാരും പുറകെ പോയി. അച്ഛന്മാരും കന്യാസ്ത്രീകളും മെത്രാന്മാരും പുറകെ പോയി. പിരിവുകൾ പലവിധം നേർച്ചകൾ നിരവധി ലോറികൾ അങ്ങനെ പലകുറിയോടി. പിരിവുകൾ പലവിധം നേർച്ചകൾ നിരവധി ലോറികൾ അങ്ങനെ പലകുറിയോടി. മഴയും പോയി പ്രളയവും പോയി വീടും കൂടും ഒഴുകിപ്പോയി. മഴയും പോയി പ്രളയം പോയി വീടും കൂടും ഒഴുകിപ്പോയി. പോയവനിപ്പോഴും 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 പെരുവഴി ശരണം. നാരായണ ജയ 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 നാരായണ ജയ. വിശ്വാസത്തെ രക്ഷിക്കാനായി സ്ത്രീകൾ മുഴുവൻ റോഡിലിറങ്ങി. വിശ്വാസത്തെ രക്ഷിക്കാനായി സ്ത്രീകൾ മുഴുവൻ റോഡിലിറങ്ങി. സിമന്റും കട്ടയും ഇല്ലാതങ്ങനെ മതിലുകൾ പണിതു വീണ്ടും പലരും. സിമന്റും കട്ടയും ഇല്ലാതങ്ങനെ മതിലുകൾ പണിതു വീണ്ടും പലരും. മതിലുകൾ പണിതൊരു ബലമായി പിന്നെ യുവതികളെത്തി പമ്മി പമ്മി.
പിന്നെയും വന്നു സുപ്രീം കോടതി മരടുകൾ വഴിയായി പ്രളയം വന്നു. പിന്നെയും വന്നു സുപ്രീം കോടതി മരടുകൾ വഴിയായി പ്രളയം വന്നു. ഒളിക്കുക, തകർക്കുക, ഇടിക്കുക, നിരത്തുക, ഫ്ലാറ്റുകളെല്ലാം 1 by 1 ആയി. ഒളിക്കുക, തകർക്കുക, ഇടിക്കുക, നിരത്തുക, ഫ്ലാറ്റുകളെല്ലാം 1 by 1 ആയി. ഫ്ലാറ്റുകൾ പോയവന് ലക്ഷം ലക്ഷം, പൂരകൾ പോയവന് നക്കാപ്പിച്ച. നാരായണ ജയ 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 നാരായണ ജയ. പ്രളയം പോയി, മരടും പോയി, പിന്നെയും വന്നു സുപ്രീം കോടതി. പ്രളയം പോയി, മരടും പോയി, പിന്നെ വന്നു സുപ്രീം കോടതി. പകലും വേണ്ട, രാത്രിയും വേണ്ട, യാത്രയെ തൊട്ടും വേണ്ടേ വേണ്ട. പകലും വേണ്ട, രാത്രിയും വേണ്ട, യാത്രയെ തൊട്ടും വേണ്ടേ വേണ്ട. ബത്തേരിക്കാർ ആകെ വലഞ്ഞു, മീനങ്ങാടിക്കാരും പെട്ടു. ബത്തേരിക്കാരാകെ വലഞ്ഞു, മീനങ്ങാടിക്കാരും പെട്ടു. പ്രതിഷേധങ്ങൾ പലതുണ്ടായി, ഒടുവിൽ പൊടിയും തട്ടി. നാരായണ ജയ 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 നാരായണ ജയ. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല കേരളമല്ലേ നമ്മുടെ നാട്. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല കേരളമല്ലേ നമ്മുടെ നാട്. ജോലിച്ചേച്ചിയും കൂടത്തായും കൂട്ടക്കൊലയും അങ്ങനെ പലതും. ജോലിച്ചേച്ചിയും കൂടത്തായും കൂട്ടക്കൊലയും അങ്ങനെ പലതും. അന്തിച്ചർച്ചയിൽ ജാഗരയേറി ഏഷ്യാനെറ്റും അങ്ങനെ പലരും. അന്തിച്ചർച്ചയിൽ ജാഗരയേറി ഏഷ്യാനെറ്റും അങ്ങനെ പലരും. കേരളമല്ലോ നമ്മുടെ നാട്, ദൈവത്തിന്റെ സ്വന്തം നാട്. കേരളമല്ലോ നമ്മുടെ നാട്, ദൈവത്തിന്റെ സ്വന്തം നാട്. അച്ഛന്മാരും കന്യാസ്ത്രീകളും മീനങ്ങാടി ഇടവക ജനവും. അച്ഛന്മാരും കന്യാസ്ത്രീകളും മീനങ്ങാടി ഇടവക ജനവും. ഞങ്ങളുടെ അപ്പനും അമ്മയുമൊക്കെ ചിന്തിക്കേണ്ട വിഷയമിതല്ലേ. ഞങ്ങളുടെ അപ്പനും അമ്മയുമൊക്കെ ചിന്തിക്കേണ്ട വിഷയമിതല്ലേ. കേരള നാടിൻ കോലമിതല്ലേ, കോലം കെട്ടൊരു കേരളമല്ലോ. കേരളനാടിൻ കോലമിതല്ലോ, കോലം കെട്ടൊരു കേരളമല്ലോ. ഇങ്ങനെയൊക്കെ ആണെന്നാലും പിന്നെയും പറയും എല്ലാം ശരിയാ. നാരായണ ജയ 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 നാരായണ ജയ. ഹൗ പാടി പാടി തൊണ്ടകൾ വരണ്ടു. ഒരല്പം വെള്ളം കിട്ടിയാണെങ്കിൽ നല്ലതായിരുന്നു. ചേട്ടാ, ഒരു ഗ്ലാസ് ജ്യൂസും കളിക്കട്ടെ? എന്ത് ജ്യൂസാണാവോ? ഒരു ഗ്ലാസ് സൈനൈഡ് ജ്യൂസേ. അയ്യോ, ജോലി ഇവിടെയും വന്നോ?
qualsiasi ora sono però contento di partecipare al vostro incontro. പുണ്യാള പറയ്, ഞാനീ കാണുന്ന സ്വപ്നമല്ലല്ലോ. നല്ല കളറൊക്കെ ഉണ്ടാകാച്ച സിനിമ പോലത്തെ കാഴ്ചകൾ കണ്ടിട്ട് അത് മനുഷ്യന്മാര് കാണാത്ത ടൈപ്പ് കാഴ്ചകൾ കണ്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ചോദിച്ചതാ. Mi è piaciuto molto il titolo, The Future You. മലയാളം അറിയില്ലേ? ഞങ്ങളുടെ ഭാഷ. Guardando al futuro, invita a rivolgersi a un tu. അപ്പൊ ഇക്കണ്ട കാലം കേരളത്തെ സത്യക്രിസ്ത്യാനികള് വേദോപദേശിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെ വേസ്റ്റ് ആയില്ലേ? ഉമ്മക്ക് നമ്മുടെ ആളുകൾക്കൊന്നും മനസ്സിലായില്ലെന്ന് സാരം. ഇത് വല്ലാത്ത ചാത്തിയായി പോയിട്ടാ. എനിക്ക് ഡൗട്ട് പണ്ടുണ്ടായിരുന്നതാ. ഞാൻ സൺഡേ ക്ലാസ്സിൽ അച്ഛനോട് ചോദിച്ചു, അച്ഛ യേശു ക്രിസ്തു എന്നുള്ള പേര് ജീസസ് ക്രൈസ്റ്റിനെ അറിയുന്നുള്ള കാര്യം. പറഞ്ഞതും തൊടയിലെ തൊലി ഒരു വട്ടത്തിൽ പിച്ചെടുത്ത് കിടി. അതിന് ഞാനീ പറഞ്ഞൊന്നും ഈ പുണ്യാളം മനസ്സിലാവണല്ലോ. കാത്തൊരു പുണ്യാളം കിട്ടിട്ട് ഗതിയല്ലേ കർത്താവേ. പ്രാഞ്ചിയേട്ടാ, ചിറമല ഈനാശ് ഫ്രാൻസിസേ, നീ പറയടാ. അതാണ് നമ്മുടെ പുണ്യാളം. പുണ്യാളം അറിയാത്ത ഭാഷ ഉണ്ടാ? നല്ല എ ക്ലാസ് തൃശ്ശൂർ ഭാഷയിൽ പെടക്കണ പെട കേട്ടാ. നീ പറയടാ, എന്താ നിന്റെ പ്രശ്നം? പ്രശ്നം എന്ന് ചോദിച്ചാ പല പ്രശ്നം. ചരമലീനാശ് ഫ്രാൻസിസ് എന്ന് കഴിഞ്ഞാൽ ദൈവഭയമുള്ള നല്ല 1-ാം നമ്പർ സത്യക്രിസ്ത്യാനിയാ. അപ്പം മരിക്കുമ്പോ എന്നെ ഏൽപ്പിച്ചത് കുന്നാണെങ്കില് ഇന്നതൊരു മലയാ. തുടങ്ങി വെച്ച ബിസിനസ് ഒക്കെ ഡബിൾ ലാഭാ. എന്ന് വെച്ച് വല്ല മാളികപ്പുറത്തെ റോൾസ് റോയ്സോ ഒന്നുമല്ല നമ്മുടെ വണ്ടി നടത്തൂ. പഴയ തറവാടും അത്യാവശ്യത്തിന് 2 വണ്ടികളും. പെണ്ണ് കിട്ടിയിട്ടില്ല, അത് മറന്നുപോയ ഒരു കാര്യം. അതിൽ നമുക്കൊരു ടെൻഷനില്ല കേട്ടാ. പക്ഷെ അതല്ല നമ്മുടെ പ്രശ്നം. ഒരു പേരില്ല എന്നത് പ്രശ്നം. ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു ബ്രാഞ്ചി? പുണ്യാള അത് പറയരുതിട്ടാ. ഒരു പേരിലാണ് ഞാൻ ഇരുന്നു പോയത്. ഞാനും കുറെ പേരുണ്ടാക്കാൻ പോയിട്ടുണ്ട്. അതിപ്പോ ഞാനും എന്റെ ചെറുപ്പകാലത്ത് കുറെ യുദ്ധത്തിന് പോയിട്ടുണ്ടാ. നീ എന്റെ ജീവിതം നോക്കി. യുദ്ധ എന്റെ അമ്മേ, നീ കാണ്.
അപ്പോ യുദ്ധത്തിന് പോയിട്ട് യഥാർത്ഥ സന്തോഷം കിട്ടിയില്ല അല്ലേ? ഇല്ലടാ ബ്രാഞ്ചേ, സന്തോഷവും കിട്ടിയില്ല, പേരും കിട്ടിയില്ല. അപ്പോ യഥാർത്ഥ സന്തോഷം എങ്ങനെ കിട്ടിയേ? എന്റെ പിന്നീടുള്ള ജീവിതം നീ ഒന്ന് കണ്ടു നോക്ക്. ഇത് നിങ്ങൾക്കുള്ളതാണ്, എടുത്തുകൊള്ളൂ. ഇത് നിങ്ങളുടേതാണ്, എടുത്തുകൊള്ളൂ. ഇത് നിങ്ങൾക്കുള്ളതാണ്, എടുത്തുകൊള്ളൂ. ഫ്രാൻസിസ്, ഫ്രാൻസിസ്, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സമ്പത്ത് നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷം തരില്ല അപ്പച്ച. ഞാൻ എൻ്റെ സന്തോഷം അങ്ങുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സമ്പാദ്യം സ്വർഗത്തിലാണ്, ഈ ഭൂമിയിലല്ല. ഇതെല്ലാം അറിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കൂ. ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യൂ. ഇത് വളരെ ലളിതമാണ്. നിന്നെ നന്നാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ എന്റെ സ്വത്ത് പാപങ്ങൾക്ക് വിതരണം ചെയ്യൂലേ? ഇങ്ങോട്ട് വേണം. പിതാവേ, പിതാവേ, വാതിൽ തുറക്ക്. എനിക്ക് നീതി കിട്ടണം. എന്റെ മകൻ ഈ ഫ്രാൻസിസ് എന്റെ സ്വത്തെല്ലാം വിതരണം ചെയ്തു. എന്റെ സർവ്വതും ഇല്ലാതാക്കി. ഇവര് ഭ്രാന്താണ്, ഒരു പുതിയതരം ഭ്രാന്ത്. അങ്ങിതിൽ ഇടപെടണം. എന്റെ പണം, എന്റെ സ്വത്ത്, എന്റെ വിധി. ഫ്രാൻസിസ്, എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? നിന്റെ പിതാവിന്റെ സ്വത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ ആരാണ് നിനക്ക് അധികാരം നൽകിയത്? നിനക്ക് ഭ്രാന്തായോ? പിതാവേ, ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ സമ്പത്തെല്ലാം നേടിയത്. എല്ലാം ഇവന് വേണ്ടിയാണ്, ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഇവന്റെ ഭാവിക്ക് വേണ്ടി. പക്ഷേ ഇന്നിവൻ അതെല്ലാം നശിച്ചു. കണ്ട ഭിക്ഷക്കാർക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു. ഫ്രാൻസിസേ, വായ തുറക്ക്. നിന്റെ പിതാവിന്റെ വാക്കുകൾക്ക് മറുപടി കൊടുത്തു. പിതാവേ, എന്റെ അപ്പൻ പറഞ്ഞതെല്ലാം ശരിയാണ്. എന്റെ പിതാവിന്റെ സ്വത്ത്, എന്റെ സ്വത്ത് എല്ലാം തെരുവിലെ പാവപ്പെട്ട എന്റെ സഹോദരങ്ങൾക്ക് ഞാൻ കൊടുത്തു. എന്നോട് ക്ഷമിക്കൂ. എന്റെ മനസാക്ഷിക്ക് നിരക്കുന്നത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അസംബന്ധമാണ് ഫ്രാൻസിസേ നീ പറയുന്നത്. ആരാണ് നിനക്ക് ഇതിനുള്ള അധികാരം നൽകിയത്? നീ ചെയ്തത് തെറ്റാണ്. നിന്റെ അപ്പനോട് മാപ്പ് ചോദിച്ച് തിരിച്ചു പോകും. എന്റെ പിതാവേ, ഞാൻ ഇരുട്ടിലായിരുന്നു. സുഖത്തിന്റെ ഇരുട്ടിൽ, സമ്പത്തിന്റെ ഇരുട്ടിൽ, ലഹരിയുടെ ഇരുട്ടിൽ. എന്നാൽ ദൈവം എന്റെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ അഗ്നി ജ്വലിപ്പിച്ചു. എന്നിലെ അന്ധകാരം നീങ്ങിപ്പോയി. എനിക്കിപ്പോൾ കാണാം കുഷ്ഠരോഗികളിലും പട്ടിണി പാവങ്ങളിലും പ്രപഞ്ചം മുഴുവനിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യം. ഞാൻ അവയോട് ചേരുകയാണ്. അത് എനിക്ക് ആനന്ദം നൽകുന്നു. ഞാൻ ഉപേക്ഷിക്കുകയാണ് എനിക്കുള്ളതെല്ലാം. എൻ്റെ സൗഭാഗ്യങ്ങളും സുഖങ്ങളും ബന്ധങ്ങളും എൻ്റെ ഉടുതുപോലും എന്നെ അനുഗ്രഹിച്ചാലും. ഫ്രാൻസിസേ, പറയൂ മകനെ, എന്താണ് നീ ആഗ്രഹിക്കുന്നത്? എന്ത് ചെയ്യാനാണ് നിന്റെ ഹൃദയം തുടിക്കുന്നത്? എനിക്ക് 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 സന്തോഷവാനാകണം. ഞാൻ പ്രകാശത്തെ അന്വേഷിക്കുന്നു. ഞാൻ അന്ധകാരത്തിലായിരുന്നു. സഹോദരൻ സൂര്യൻ എന്റെ ആത്മാവിനെ പ്രകാശിപ്പിച്ചു. ഇപ്പോൾ എനിക്കെല്ലാം കാണാം. പിതാവേ, അങ്ങ് അങ്ങയുടെ തിരുപ്പട്ടത്തിന്റെ സമയത്ത് കണ്ടതുപോലെ. എന്ത്? നീ ഒരു പുരോഹിതനാകാനാണോ ആഗ്രഹിക്കുന്നത്? ഞാനോ?
ഞാൻ അതിന് യോഗ്യനല്ല. പിന്നെ എന്താണ് നീ ആഗ്രഹിക്കുന്നത്? യഥാർത്ഥ സന്തോഷം ഇതിലും ഉപരിയാണ്. മനുഷ്യന് ഒരാത്മാവുണ്ട്. എന്റെ ആത്മാവിന്റെ സന്തോഷമാണ് എനിക്ക് വേണ്ടത്. എനിക്കിപ്പോൾ തന്നെ അത് കണ്ടെത്തണം. എനിക്ക് വസ്ത്രങ്ങൾ ആവശ്യമില്ല, പാതകങ്ങളും ആവശ്യമില്ല. എനിക്ക് പ്രപഞ്ചത്തെ തൊട്ടനുഭവിക്കണം. പാതകങ്ങളില്ലാതെ, സമ്പത്തില്ലാതെ, സേവകരില്ലാതെ. എനിക്ക് ഒരു യാചകനാകണം. അതെ, എനിക്ക് ഒരു യാചകനാകണം. ഈശോ ഒരു യാചകനായിരുന്നു. ഇവരെ എനിക്കും അങ്ങനെയാകണം. ഒരു സമ്പന്ന പ്രഭുവിന്റെ മകനായ നിനക്ക് അതിന് സാധിക്കില്ല ഫ്രാൻസിസെ. തെറ്റുതിരുത്തി തിരിച്ചു വരിക. ഞാൻ സമ്പന്നനല്ല, സമ്പന്ന പ്രഭുവിന്റെ മകനുമല്ല. എന്റെ പിതാവ് സ്വർഗസ്ഥനായ എന്റെ പിതാവാണ്. എന്ത് അസംബന്ധമാണ് ഫ്രാൻസിസെ നീ വിളിച്ചു പോകുന്നത്? വരൂ, പോയത് പോട്ടെ, നമുക്ക് തിരിച്ചു പോകാം. മാംസത്തിൽ നിന്നും ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്നും ആത്മാവ്. ഞാൻ മൃതനായിരുന്നു, എന്നാൽ ഇപ്പോൾ ജീവിക്കുന്നു. ഒരു പുതിയ സൃഷ്ടിയായി, അസീസിയുടെ സ്നേഹഗായകനായി ഞാൻ ഇതാ പുനർജനിച്ചിരിക്കുന്നു. എനിക്ക് വസ്ത്രങ്ങൾ ഇനി ആവശ്യമില്ല. പിതാവേ, അങ്ങ് തന്നത് അങ്ങേക്ക് തന്നെ. അവനെ ഇതുടുപ്പിക്കൂ, ഇതുടുപ്പിക്കൂ. ശരീരത്തിന്റെ സുഖമല്ല, ആത്മാവിന്റെ ആനന്ദമാണ് ഞാൻ അഭിലഷിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ആത്മാവിനോട് അലിഞ്ഞു ചേർന്ന് സകല സൃഷ്ടികളോടും എന്റെ സ്വർഗീയ പിതാവിന്റെ സ്നേഹം പങ്കുവയ്ക്കണം. ഈ താഴ്വരകളിലൂടെ, ഈ തെരുവീതികളിലൂടെ സമാധാനത്തിന്റെ സംഗീതമായി ഒഴുക്കി നടക്കും.